ജലപ്രപാതമഹം വന്ദേ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആസ്താം താവതീയം സൂതിസമയേ ഭൂമാരശൂലവ്യധാനൈരുച്യം പരിശോഷണം മലമയീ ശയ്യാചസാംബൽകരീ ഏകസ്യാഭിനഗദ്ധഭാരഭരണക്ലേശസ്യേസ്യാക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോ വിനയഃ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാന്യേ സ്വസ്വകരുണാനിധേ ഉസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മണ്ഡലോ വാസുനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭീഷ്മസ്തുതി പോലുള്ള ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ അനുസ്മരിച്ച് കേട്ടു. ആദ്യമായിട്ട് ഈ വേദിയിൽ ഈ ഒരു സംസാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക. വളരെ അനുഗ്രഹം. നാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെ ഒരു രണ്ട് വാർത്ത ഭഗവാനെ കുറിച്ചുള്ള സാധനങ്ങൾക്ക് അമ്മയുടെ കാര്യമായിട്ട് കണക്കാക്കാണ്. എല്ലാവരുടെ സാധനങ്ങളിലും നമസ്കരിക്കുന്നു. ഭീഷ്മ സ്തുതി ആണ് നമ്മളിപ്പോൾ ശ്രമിച്ചത്. അതിനുശേഷം പിന്നീട് ഭഗവാൻ ധർമ്മോത്തർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ യോഗ്യതകളും അല്ലെങ്കിൽ ആവശ്യങ്ങളും ഒക്കെ വേണ്ട പോലെ ആയി മനസ്സിലാക്കിക്കൊണ്ട് ദ്വാരകാവാസികളുടെ അടുത്തേക്ക് പോകുന്നു. ദ്വാരകയിലാണെങ്കിൽ ഭഗവാൻ പോയതിനു ശേഷം പത്നിമാർക്കാണെങ്കിൽ പല വിധത്തിലുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനോടെ ആനർത്തം എന്നുള്ള ദേശത്ത് ചെന്നപ്പോൾ കുതിരകൾക്ക് വയ്യാണ്ടായി അവിടെ നിന്ന് ദേശം അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ദ്വാരകയിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ പറയുന്നുണ്ട് ജഗൽ ഭയഭയാവഹം. അവിടെ ചെന്ന് ഭഗവാൻ തന്റെ ആ പാഞ്ചജന്യ ധ്വനി മുഴക്കിപ്പോയി തന്നെ ദ്വാരകയിൽ മറന്നാണ്. ജഗത്തിന്റെ ഭയം പറയുന്നത് എന്താണ് ശരിക്കും? മൃത്യുഭയമാണ് ശരിക്കും. എത്രയൊക്കെ നമുക്ക് ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാലും ഈ മരണത്തെ പേടിയില്ലാത്തവരാകുന്നില്ല. ഏറ്റവും ഇന്ന് പേടി നമുക്ക് മാറ്റാൻ സാധിക്കാത്ത സംഗതിയാണ് ഈ മരണം. അതാണ് ജഗത്തിന്റെ വലിയ ഭയം. ആ ഭയം പോലും ഭയക്കുന്നതായിട്ടുള്ള ആചാര്യം എന്ന് പറയുന്നതായി തനിക്ക് ഞങ്ങളുടെ ആശ്രയമായിട്ടുള്ള ഭഗവാനോട് എത്തിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി എല്ലാവരും അവരുടെ കർമ്മങ്ങളൊക്കെ മാറ്റിവെച്ച് ഭഗവാനെ അവിടുന്ന് സ്വീകരിച്ച് അങ്ങനെ ആ ദ്വാരകയിലെ കുറിച്ച് ഭഗവാനെ ഭഗവാനോടെ കഴിയുന്നു. ഇങ്ങനെ സൂത ശൗനക സംവാദത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ശൗനകാദികൾ വേണ്ടി ചോദിക്കുകയാണ്, ഉത്തരയുടെ ഗർഭത്തിലുണ്ടാകുന്നതായിട്ട് പൂർണ്ണത്തിന് എന്താണ് പറ്റിയത്?
അശ്വത്ഥാംബോപസൃഷ്ടേന ബ്രഹ്മജിഷ്ണുതേജസാ ഉത്തരായാസോ ഗർഭീശേന ജീവിതത്തിനാ. ആ മരിച്ചു പോയതായിട്ടുള്ള ഭൂതത്തെ രക്ഷിക്കുവാനും സുധാമാവിന്റെ അവസ്ഥ എന്തൊക്കെയാണ് അത് എനിക്ക് പറഞ്ഞു തരണം. എങ്ങനെയാണ് അതിൽ മുക്തി ഉണ്ടായത്? ആ സുധാമാവിന്റെ ബ്രഹ്മാസുരത്തിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ടുള്ള പരീക്ഷത്തിന്റെ മുക്തിക്ക് കാരണം എന്തൊക്കെയാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ എന്താ ആ പരീക്ഷത്തിന്റെ ജനനത്തെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ധർമ്മപുത്രരെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായിക്കൊണ്ട് ആ രാജ്യഭാരം എന്നുള്ള ഭൂമിയിൽ മനുഷ്യന്മാരോടുകൂടി ഭംഗിയായിട്ട് ആ ധർമ്മത്തിനനുസരിച്ച് തന്നെ പരിപാലിക്കുന്നു. ഈ ധർമ്മപുത്രരുടെ ഭരണം പോലും കണ്ടിട്ട് എന്താ പറയുക, ദേവന്മാർ പോലും മോഹിക്കുന്നവരെയാണ് ഭൂമിയിൽ താമസിക്കുന്നുണ്ട്. അത്രയുണ്ട് ആ പ്രജാപാലന പ്രജകളെ വേണ്ട പോലെ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അവിടെ ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്നതായിട്ടുള്ള പരീക്ഷിത്ത് അങ്കുഷ്ഠമാത്രത്തിൽ അല്ലെങ്കിൽ തള്ളവിരലിന്റെ വലിപ്പത്തിലായിക്കൊണ്ട് ഭഗവാൻ ചതുർബാഹുവായിക്കൊണ്ട് ആ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയും അതിന് ചുറ്റും തന്റെ നവോദി എന്നുള്ള ഗത കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഭഗവാനെ ഇങ്ങനെ പല രീതിയിലും ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ പരീക്ഷത്ത് പിന്നീട് മാസം പൂർത്തിയായി ഉണ്ണിയായി അതിന് വേണ്ടതായിട്ടുള്ള ജാതകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ജാതകം മംഗളം അതിന് വേണ്ടതായിട്ടുള്ള യോഗ്യരായിട്ടുള്ള ഋഷീശ്വരന്മാരെ വിളിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള ധാരാളം ദാനങ്ങളും ഒക്കെ നടത്തി പിന്നീട് ഉണ്ണിക്ക് പേരിടാൻ ദൈവേന ഭഗവാന്റെ ഒരു ദാനമായിക്കൊണ്ട് വിഷ്ണുരാധ ഇതി ലോകേ ബൃഹസ്വഭാവ വിഷ്ണുരാധൻ എന്ന് പേരിടുന്നത്. ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ന് പറയാം. ഭഗവാനാൽ ദാനം കിട്ടുക. കാരണം ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് അല്ലെ മൃതനായിട്ടുള്ള ഗുണത്തിലാണ് അവിടെ ഭഗവാൻ ജനിപ്പിച്ചതെന്ന് അങ്ങനെ വിഷ്ണുരാധൻ എന്നുള്ളൊരു പേര് കേട്ടു. പിന്നീട് ഋഷീശ്വരന്മാരോട് പറഞ്ഞു, ഉണ്ണിക്ക് എന്തെങ്കിലും ബാലാരിഷ്ടങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ വേണ്ടിയിട്ട് പ്രായശ്ചിത്താദികളൊക്കെ ചെയ്ത് മാറ്റുവാൻ വേണ്ടിയിട്ട് ഉണ്ണിയുടെ ജാതകം നോക്കി പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വിസ്തരിച്ച് കുട്ടിയുടെ ജാതകത്തെ കുറിച്ചുള്ള പറയുന്നത്. ഏതൊരു ജ്യോത്സ്യനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിലും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്തിനാണ് നമ്മള് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു ജ്യോത്സ്യനൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അധികമാണ്. ഇവരുടെ ഒന്നാമത് തീരെ വിഷമിച്ചാണ് അവർ ചെയ്യുന്നത്. ഇവരുടെ ഈ ദോഷങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഗുണങ്ങളെല്ലാം പറയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പരീക്ഷത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞു. ഇക്ഷ്വാകുവിനെ പോലെ നല്ലൊരു ഭരണാധികാരിയാകും. അതുപോലെ ശ്രീരാമചന്ദ്രനെ പോലെ ബ്രഹ്മജ്ഞാനിയും സത്യസന്ധനും ആകും. ഭരതന്റെ ഒരു ഭരണരീതി ആ ദൗത്യത്തിൽ ദുഷ്യന്തന്റെ ഭരതന്റെ ഒരു ഭരണരീതി ഉണ്ണിക്ക് ഉണ്ടാവും. രക്ഷ
ആ സ്വർഗത്തെ പോലും ദാനം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ആ ശിവിയെ പരീക്ഷിക്കുവാനുള്ള ധൈര്യത്തിന് മകനെയും കൂടെ ഒരിക്കൽ ഒരു പരുന്തും പ്രാവുമായിട്ട് ചെന്നു പറഞ്ഞു. അപ്പൊ പരുന്തിനെ പേടിച്ച് പ്രാവ് വന്ന് ശിവിയുടെ മടിയിൽ നിന്നു. ഈ പ്രാവിനെ കിട്ടണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാംസം കിട്ടണം. അതിനുവേണ്ടി പ്രാവിനെ രക്ഷിക്കാനുണ്ട് തന്റെ തുടയിലുള്ള മാംസം കഷ്ണം എടുത്ത് കിട്ടുന്നു. എന്ത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു രാജാവ് എന്നുള്ള രീതിയിൽ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളൊരു പ്രാധാന്യം കൊടുത്ത് തന്റെ സ്വന്തം ദുഃഖത്തെ പോലും മറന്നുകൊണ്ട് പ്രജകളെ സംരക്ഷിക്കുക. അല്ലെങ്കിൽ ഉദാരമതിയായിട്ടുള്ള ആളായിരുന്നു ശിബി. ആ ശിബിയെ പോലെ ഉദാരമതിയായിരിക്കും. അർജുനന്മാര് കാർത്തികീരാർജുനും അർജുനന്റെയും ഒക്കെ ആ അസ്ത്രവിദ്യയില് അഗ്രഗണ്യനായിട്ട് വരും. ഈ പരീക്ഷിച്ച് വിക്രാന്തോ സിംഹത്തെ പോലെ പരാക്രമശാലിയായിരിക്കും. എന്തായാലും ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയ. ത്രിമൂർത്തികൾ പോലും ആശ്രയിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിനെ പോലെ രമാശ്രയം. അതുപോലെ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് വരും. സർഗുണമഹാത്മ്യേ അങ്ങനെ എല്ലാവിധത്തിലുള്ള ഗുണവും നിറഞ്ഞതായിട്ടുള്ള ആ കൃഷ്ണ ഭക്തനായിക്കൊണ്ട് ഈ വളർന്നു വരും. നന്ദിദേവ യോഗാര. നന്ദിദേവന്റെ കഥയൊക്കെ നമുക്ക് തോമസ് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അതിഥി സൽക്കാരത്തിന് കേവലായിരിക്കും. യാതിരിവ ധാർമ്മിക, യാതിയെ പോലെ ധാർമ്മികനായിരിക്കും. കൃഷ്ണേ പ്രഹ്ലാദ വിവസൽഗ്രഹ ക്ഷത്രിയ ധർമ്മങ്ങൾ വേണ്ട രീതിയിൽ പരിപാലിക്കുന്ന, രാജധർമ്മങ്ങൾക്ക് വേണ്ട രീതിയിൽ വിജയിക്കുന്ന ആളായിരിക്കും. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള രാജശ്രീനാം മുതശ്ശന്മാരെ ഒക്കെ ഭരിച്ചതായിട്ടുള്ള ആ ധർമ്മപരിപാലനത്തിൽ അവിടെ യാതൊരു വിധത്തിലുള്ള കരിദോഷവും പോലും ഇല്ലാണ്ട് വേണ്ട രീതിയിൽ രാജ്യത്തെ പരിപാലിക്കാൻ വഴി തെറ്റാത്ത രീതിയിൽ ഒരു നേർവഴിയിലേക്ക് തന്നെ രാജ്യത്തെ കൊണ്ടുപോകാൻ യൂണിക്ക് കഴിവുണ്ടാകും. ഇവരുടെ ആ വിസ്തരിച്ച് ഗുണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴൊന്നും ധർമ്മപുരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും സന്തോഷമാകുന്നില്ല. കാരണം എന്താണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇപ്പൊ നോക്കുന്നത് തന്നെ പറഞ്ഞു. ഇതൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെയും ഒരു ദ്വിജപുത്രന്റെ ശാപം നിമിത്തം തക്ഷകനാൽ ദേഹത്യാഗം വേണ്ടി വരും. ഇത്ര പറഞ്ഞപ്പോഴൊന്നും കുറച്ചതായി. പക്ഷെ അത് കഴിഞ്ഞു പറഞ്ഞപ്പോഴാണ് എന്താണ് എന്നാൽ ഭഗവാന്റെ ഉത്തമ ഭക്തനായിക്കൊണ്ട് മുക്തി നേടിക്കൊണ്ട്, അല്ലെ, മുക്തി നേടുക എന്ന് പറയാൻ എന്താണ്, ഇതിൽ ജന്മമില്ലാത്ത രീതിയിൽ ആ ജന്മ ലാഭത്തിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് പറഞ്ഞപ്പോൾ ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ വിഷമം ഉണ്ടായില്ല എന്ന് പറയാം. കാരണം ഈ ജന്മ ലാഭം തന്നെ അതാണ്, ഈ മുക്തി നേടുക എന്നുള്ളതാണ്. അങ്ങനെയാ അവർക്ക് വേണ്ടതായിട്ടുള്ള ദക്ഷിണകളൊക്കെ കൊടുത്ത് അവരേതാ അവിടെ പറഞ്ഞു വിട്ടു. പിന്നീട് അവിടെ ആ പരീക്ഷത്തിന്റെ കൂടെ കുറച്ചു കാലം അങ്ങനെ രാജ്യഭാരമൊക്കെ ചെയ്തു. ഇങ്ങനെ 3 അശ്വമേധ യാഗങ്ങളൊക്കെ ഗംഭീരമായിട്ടൊക്കെ നടത്തി. അവിടെ അതിന് വേണ്ടതായിട്ടുള്ള ധനത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മരുത്തിൽ നിന്നും നിർത്തൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പോയതായിട്ടുള്ള ധനങ്ങളെയൊക്കെ സ്വീകരിച്ച് ഭഗവാന്റെ നിർദ്ദേശത്തോടുകൂടി തന്നെ. ധർമ്മോത്തരുടെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉള്ള പണം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ളൂ. ഒന്ന് ഫലം അടയ്ക്കുന്ന പണവും, പിന്നെ ശിക്ഷ കൊണ്ട്, അല്ലെ, ശിക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴ അടയ്ക്കുന്ന പണം. ഇത് 2 മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് ഈ യാഗങ്ങൾ 3 അശ്വമേധ യാഗങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെയാണ് ഹരിത്തൽ ഉപേക്ഷിച്ചു പോയതായിട്ടുള്ള ധാരാളം സ്വർണ്ണരത്നങ്ങൾ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയതായിട്ടുള്ള സ്വർണ്ണരത്നങ്ങൾക്ക് സ്വീകരിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സ്വീകരിച്ച് 3 അശ്വമേധ യാഗങ്ങളൊക്കെ അവിടെ നടത്തി എല്ലാം വേണ്ട പോലെ ആയതിനു ശേഷം ഭഗവാൻ വീണ്ടും ദ്വാരകയിലേക്ക് തിരിച്ച് യാത്രയായി വരും. അതിനുശേഷം പറഞ്ഞു, ഇന്ദ്രപ്രസ്ഥത്തിലുണ്ടായിരുന്ന ഒരു പുണ്യം എന്ന് പറയുന്ന ആളായിരുന്നു വിദുരൻ. വിദുര തീർത്ഥയാത്രയായ മൈത്രേയ ആത്മനോഗീതി ആത്മാഗാധാസ്തിപുരം തയാം ആത്മവിമർശിത. വിദുരൻ ഒരിക്കല് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഒരിക്കൽ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്ന സമയത്ത് ഇറങ്ങിപ്പോവുകയും ഉദ്ധവനെ കാണുകയും ഉദ്ധവനിൽ നിന്ന് തന്റെ യഥാർത്ഥമായിട്ടുള്ള ഉപദേശം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ധവന്റെ നിർദ്ദേശപ്രകാരം ഹരിദ്വാറിലുള്ള മൈത്രേയ മഹർഷിയുടെ അടുത്ത് പോയി തിരിച്ച് വന്ന രംഗങ്ങൾ അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയാനാണ്. വിദുരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള വിദുരൻ എല്ലാവർക്കും എന്താണ് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന താമരപ്പൂവിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ താമരപ്പൂ ധരിച്ചിരുന്നത്. ഏതൊരു കളിക്കുള്ളിൽ നിൽക്കുന്ന താമരപ്പൂ ആണെങ്കിലും ആ താമരപ്പൂവിലേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം നമുക്കുണ്ടാവും. എന്റെ ഭക്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ താമരപ്പൂവിനെ പോലെയാണ്. ഏത് സാഹചര്യത്തിലും നമ്മുടെ മനസ്സിനെ ആനന്ദം നൽകുന്നവളാണ്. അതുകൊണ്ടെല്ലാവർക്കും ഇതിനോട് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകത. അവിടെ വിദുരൻ ഈ തീർത്ഥയാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് അവിടെ ബന്ധുക്കൾ എല്ലാവരും വിദുരനെ വേണ്ട രീതിയിൽ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ആശ്ലേഷണങ്ങൾ ചെയ്ത് കാന്താരി, ദ്രൗപദി, സുഭദ്ര, ഉത്തര തുടങ്ങിയവർക്ക് എല്ലാവരും ചോദിച്ചു. സന്തോഷം, എല്ലാവർക്കും സന്തോഷം. കാരണം വിദുരന്റെ ഒരു യാത്ര എല്ലാവരും സങ്കല്പത്തിലേക്കാക്കിയ ആൾക്കാരാണ്. കാരണം എന്തെങ്കിലും ഒരു സുഖം ഉണ്ടായിരുന്നത് വിദുരനൊക്കെ ഉള്ളതുകൊണ്ടാണ്. ബാക്കിയൊക്കെ എന്താണ് ബാക്കിയുള്ള മുഴുവൻ ഈ പാണ്ഡവരെ ദ്രോഹിക്കുന്നതനുസരിച്ചുള്ള എന്താ പറയുക ഒരു കുബുദ്ധിയോട് കൂടിയുള്ള ദുര്യോധന പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുന്ന ഓരോ താമസത്തോടും കൂടി കൂട്ടുനിൽക്കുന്നതാണ് ധൃതരാഷ്ട്രം. ഇതിന്റെ ഇടയിൽ കുറച്ചൊരു ആശ്വാസം എന്ന് പറയും വിദുരന്റെ കൂടെയുള്ള വാർത്തയാണ്. വിദുരന്റെ കൂടെ പോയി കഴിഞ്ഞിട്ട് എന്തില്ലാത്തൊരു ഇരുട്ടാണ് അവിടെ സംഭവിച്ചത്. ആ ഇരുട്ടിന് മാറ്റിക്കൊണ്ട് ഒരു പ്രകാശം വന്നപോലെയായി ശരിക്കും അവിടെ വിദുരൻ. പ്രത്യുക്തിർമ്മം പ്രഹർഷേണ പ്രാണം തന്നെയുമാകുന്ന അഭിസംഗമ്യ വിധികൾ അതായത് മരിച്ചുപോയ ഒരാളെ തിരിച്ചു കിട്ടിയാൽ എങ്ങനെയാണോ സന്തോഷമാകുന്നത് അതേപോലെയായിരുന്നു അവിടെ ആ വിദുരന്റെ വരവ് അവരെ എല്ലാവരും ആസ്വദിച്ചത് എന്ന് പറയുന്നത്. എന്തായാലും വിദുരനെ അവിടെ വിളിച്ചിരുത്തി വിളിച്ചിരുത്തി ആ ആനന്ദ ഭാഷമാണ് കാലിച്ച് ആ വേണ്ട രീതിയിൽ ആഹാരമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടിരുന്നതിന് ശേഷം ചോദിച്ചു, അല്ല അങ്ങ് എവിടെ ആയിരുന്നു ഇത്ര കാലം? അങ്ങേക്ക് ഞങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു പരുന്ത് എങ്ങനെയാണോ തന്റെ മക്കളെ ആ ചിറകിൽ വെച്ച് സംരക്ഷിക്കുന്നത് അതുപോലെ എല്ലാവരും ഈ ചെറിയ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സമയത്തും ഓരോരോ കാര്യങ്ങൾ നടക്കുന്ന സമയത്തും അവിടുന്ന് വേണ്ടതായിട്ടുള്ള രീതിയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇത്രയും കാലം ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആളൊക്കെയാണ്. പല വിധത്തിലുള്ള അകാരം മൃത്യു ഒക്കെ ഒഴിവാക്കി തരികയും അരക്കിലം പണിയുന്ന കാര്യങ്ങളും ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ആ വിദുരനോട് ചോദിച്ചു. അപ്പം അങ്ങനെയുള്ള അമ്മയെ പോലെ സംരക്ഷിച്ചതായിട്ടുള്ള ഇവിടെയാണ് പോയത്. ശേഷം മണ്ഡലം വാനപ്രസം പോലെയാണ്.
ജീവിതം ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരുന്ന ആള് വേഗം സുപ്രഭാതത്തിലെ ആ ധനുസ് വെച്ച് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു പിന്നീട് എന്തായി? പിന്നീട് എവിടുന്ന കിട്ടുന്ന ആഹാരമാണോ അപ്പം ഒരു സന്യാസിയുടെ ജീവിതം പോലെ തന്നെ അവധൂതനായിക്കൊണ്ട് അവധൂതത്തിലൂടെയാണ് ജീവിതത്തിന്റെ യാത്ര. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്തൊക്കെ എവിടുന്നായിരുന്നു അങ്ങയുടെ ഈ ആഹാര വിഹാര കാര്യങ്ങളൊക്കെ എവിടുന്നായിരുന്നു? അപ്പം അത് ചോദിച്ചു. ഇനി അത് തന്നെയല്ല, അങ്ങയെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണ്ടാണ് അങ്ങയുടെ ഈ തീർത്ഥയാത്രയ്ക്ക് പോകുന്നത്? നമ്മളൊക്കെ തീർത്ഥയാത്രയ്ക്ക് പോകാന്ന് പറഞ്ഞാല് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ പാപങ്ങളും മാറി പുണ്യം നേടുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ പോലെയുള്ളവർ പോകാൻ അവർ തന്നെ യഥാർത്ഥത്തിൽ തീർത്ഥമാണ്. ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ തീർത്ഥത്തിന് എന്തെങ്കിലും അതിനെ നമ്മളെ പോയിട്ട് അവിടെ ധാരാളം മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അതിനെയൊക്കെ ഇതിനൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? ഇതിര പോയതിന്റെ കാര്യം വിശേഷങ്ങളൊക്കെ പറയും. യാദവർക്ക് സുഖം തന്നെയല്ലേ യാദവർക്ക് സുഖം തന്നെയല്ലേ? ആ യദുകുലത്തെ കുറിച്ച് ഒന്നും അവിടെ വിതുരൻ ഒന്നും സൂചിപ്പിച്ചില്ലായിരുന്നു. അപ്രിയം ദുർവിഷകം മഹാത്മാക്കളൊന്നും മറ്റുള്ളവരെ വേദനിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തകൾ പറയുക എന്ന് പറയും. ഉദ്ധവരെ കാണുമ്പോഴും ഉദ്ധവരോട് ചോദിക്കാനുള്ള കൃഷ്ണന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. മനസ്സിന്റെ സന്തോഷത്തിനനുസരിച്ചുള്ള വാക്കുകൾ മാത്രമേ അവർ സംസാരിക്കുള്ളൂ. നേരെ വിപരീതമാണ് നമ്മൾ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പരാതികളും പരിപാടികളും മാത്രമേ ഉണ്ടാകും. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ലൗകികമായിട്ടുള്ളതിനെ ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് മറച്ചു വെക്കുന്നല്ല യഥാർത്ഥത്തില്. കാരണം എന്താണ്? സദാസമയവും ഇവരുടെ ഉള്ളില് ഈ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സ് പുലർത്തോളം കാലം അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അവിടെ സംസാരം. അതുകൊണ്ട് എന്തായി? അവരുടെ വിതുരനും ധൃതരാഷ്ട്രോട് യഥാർത്ഥത്തില് ആ യദുകുല ക്ഷേത്രത്തെ കുറിച്ച് പറയുവാൻ അവിടെ കുറച്ചു കാലം ആ ഇതിന്റെ ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഇന്റർപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു വലിയ പുണ്യമായിരുന്നു. മറ്റുള്ളവർക്ക് ഒരു പുണ്യമായിരുന്നു എന്ന് പറയും. ആരായാലും മനസ്സിലാക്കാം. ശാപം കിട്ടി അല്ലെ? ഈ ശൂദ്രദാസിയിലെ ജനിച്ചതാണ്. പണ്ട് മാണ്ഡവ്യ വംശിയുടെ ഒരു ശാപം കിട്ടാൻ ഇടയായി. മാണ്ഡവ്യ വംശിയുടെ ആശ്രമത്തില് ധാരാളം കൊള്ള നടന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് കള്ളന്മാരെ കൊണ്ട് വെച്ചിട്ട് പോയി. നിങ്ങൾ രാജഭടന്മാരൊക്കെ അന്വേഷിച്ച് മാണ്ഡവമുനിയുടെ ആശ്രമത്തിലായിട്ട് കാണുകയും ഈ കള്ളന്മാരെ കിട്ടിയതായിട്ടുള്ള കള്ളന്മാരുടെ കൂടെ ഈ മാണ്ഡവ്യ മുനിയെയും കൂടി എന്താണ് ശൂലത്തിൽ തടസ്സമാവുകയും കുറച്ച് നാലങ്ങനെ ശൂലത്തിൽ തടസ്സമാക്കുന്നു. ഈ സത്യാവസ്ഥ പിന്നീട് ഇതെല്ലാം അറിഞ്ഞ് രാജാവ് എന്ന ക്ഷമയൊക്കെ ചോദിച്ച് അതിൽ നിന്ന് ആ ശൂലം ഒക്കെ ഊരി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. മുനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രാജാവിനോടൊരു തോന്നിയില്ല. കാരണം ഇവിടുത്തെ ഭൂമിയിലെ വിധി നിഷേധങ്ങൾ നിശ്ചയിക്കുന്നവരാണ് യമധർമ്മനാണ് അല്ലെ? ആ യമധർമ്മനെ അവിടുന്ന് ശ്രമിച്ചു പറയും. ഒരു 100 സംവത്സരം പ്രധാന ശൂദ്രത്വം ഒരു 100 സംവത്സരം അങ്ങ് ഒരു ശൂദ്രദാസിയെ പോയി ഇരിക്കട്ടെ. ഏറ്റവും താഴത്തെ അവസ്ഥയിലേക്ക് ഉണ്ടാക്കി അല്ലെ? ഏറ്റവും നമ്മള് സമാസങ്ങൾ നിശ്ചയിക്കേണ്ട അങ്ങനെയാണ് അവിടെ യമധർമ്മന്റെ അധിപനായിട്ട് ആ വിധി നിഷേധങ്ങളൊക്കെ നോക്കിയിരുന്നത് പറയാം. എന്തായാലും ആ
അങ്ങനെയുള്ള ആ വിതുരനെ വേണ്ട രീതിയിലൊക്കെ അവിടെ സ്വീകരിച്ച് കിട്ടിയതായിട്ടുള്ള രാജ്യം വേണ്ടതുപോലെ പരിപാലിക്കുവാനും വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകർത്തുന്നത് ധൃതരാഷ്ട്രോട് ഈ കുറച്ച് തനി കിട്ടിയതായിട്ടുള്ള ഉപദേശങ്ങളെ എന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് ചോദിച്ചു. കാരണം മൈത്രേയ മഹർഷിയെ കാണുമ്പോൾ തന്നെ ധാരാളം ചോദ്യങ്ങളായിരുന്നു ആ വിതുരന് ഉണ്ടായിരുന്നതെന്ന് പറയാണ്. ആദ്യത്തെ ചോദ്യം സുഖായ കർമാണി കരോതി ലോകോ, അല്ലേ? യഥാർത്ഥമായിട്ടുള്ള സുഖം എന്താണെന്ന് എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരക്കം പറയുന്നുണ്ട്. എനിക്ക് സുഖം കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ സുഖം കിട്ടുന്നില്ലാലും എന്താണ് ദുഃഖം വന്നു ചേരുന്നുണ്ട്. അപ്പം അതിന് പരമമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് അവിടെ ആ മൈത്രേയ മഹർഷിയുടെ ആദ്യമായിട്ട് തന്നെ ചോദിക്കുന്നത്. ആ മൈത്രേയ മഹർഷി പറഞ്ഞു, യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു പോംവഴി ഉണ്ടാകും. യാഥാർത്ഥ്യം എന്താണ് ശരിക്കും? യാഥാർത്ഥ്യം എന്നാൽ കളങ്കമില്ലാത്ത ഈശ്വരനെ മനസ്സിലാക്കുക. അതാണ് ഭാഗവതം എന്നുള്ളത്. അതിലൂടെയാണ് ഈ വിതുര മൈത്രേയ സംവാദത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിന്റെ ആരംഭം. ഭാഗവതം എന്നുള്ള ശാസ്ത്രത്തിന്റെ താല്പര്യം തന്നെ അവിടെ തുടങ്ങുകയാണ്. ഈ ചോദ്യമാണ് യഥാർത്ഥമായിട്ടുള്ള സുഖം. എല്ലാവർക്കും സുഖം സുഖം പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലെ അത് ശാശ്വതമല്ല. ഒരു സുഖം അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതിനുള്ള മോഹമായിരുന്നു. ഒരു കാര്യം നമുക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തത് കിട്ടാനുള്ള മോഹം. ഇതിലൊരു അന്ത്യമില്ല. ശരി, ശാശ്വതമായിട്ടുള്ളൊരു സുഖം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതറിയാമെങ്കിൽ എന്ത് വേണം? ഈ കാണുന്നതായിട്ടുള്ള മിഥ്യാലോകത്തിൽ നിന്നൊക്കെ സ്വരൂപാനന്ദത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നത് മാത്രമേ സാധിക്കൂ. സ്വരൂപാനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഈശ്വര സങ്കല്പത്തെ മനസ്സിലാക്കുക തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ തന്നെ ചിന്തിപ്പിക്കുകയും പറയുകയും നമ്മളെ തന്നെ പ്രവർത്തിപ്പിക്കുന്ന ആൾ നമ്മുടെ ഉള്ളിലിരിക്കുകയും നമ്മളിങ്ങനെ പുറത്തിങ്ങനെ തെരഞ്ഞോട്ട് നടക്കുകയാണ്. അത് വ്യക്തമായിട്ട് ഈ ഒരു സത്യത്തെ, ഈ ഈശ്വരൻ എന്നുള്ളത് തന്റെ ഉള്ളിലാണെന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ മൈത്രേയം അവിടെ ചെയ്യുന്നതെന്ന് പറയാണ്. എന്തായാലും ഇത് മനസ്സിലാക്കിയതോടുകൂടി വിദഗ്ധന് തോന്നി ധൃതരാഷ്ട്രത്തെ എത്രയോ ഈ ലൗകികമായിട്ടുള്ള സുഖത്തിൽ ലഭിച്ചുകൊണ്ട് അതാണ് കേമത്വം എന്ന് വിചാരിച്ച് പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുകൂടി. 101 പുത്രന്മാർ മരിച്ചു, ബന്ധുക്കളെല്ലാവരും മരിച്ചു, ഗുരുജനങ്ങളെല്ലാവരും മരിച്ചു. ഇപ്പോഴും എന്താണ് സുഖവാസം അനുഭവിച്ച് അതിൽ തന്നെ ആനന്ദം കൊള്ളുന്നതായിട്ടുള്ള ബന്ധുവിയോഗം, പ്രായാധിക്യം, ജല പ്രായം ഇതിനോട് അടുത്തുകൂടെ. പിന്നെ എന്താണ് ഇവർ ഈ തന്റെ സ്ഥലത്താണ് താമസിക്കുന്നതല്ല, ശത്രുക്കളുടെ കൂടെയാണ് താമസം, അന്യവാസം എന്നാണ് പറയാം. ഇതൊക്കെ ആശ്രയിച്ചിട്ടും ആ യഥാർത്ഥമായുള്ള പൂർവാനുഭവത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ വളരെ സമ്മതത്തോടു കൂടിക്കൊണ്ട് ആ ദുര്യോധനം ചെയ്ത ദുഷ്പ്രവർത്തികളൊക്കെ കൂട്ടുന്നതോടെ അങ്ങനെയുള്ള രീതിയിൽ ഇനിയെങ്കിലും ആ സത്യത്തെ മനസ്സിലാക്കണം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈശ്വരേച്ഛയായിട്ട് തന്റെ കർമ്മഫലമാണെന്ന് തീരുമാനിക്കാം. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കണം. ഒരിക്കലും നമുക്ക് ഈ മരണത്തിന് ഒരു പരിഹാരം എന്നുള്ളത് എത്ര വിചാരിച്ചാലും സാധ്യമല്ല, അല്ലെ? പല കഥകൾ നോക്കിക്കഴിഞ്ഞാൽ ഹിരണ്യകശിപു എന്താണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ നോക്കിയുണ്ട്, അല്ലേ? ഇതൊരു ബുദ്ധിപരമായിട്ടായിരുന്നു. മരണം ഉണ്ടാവാനുള്ള വഴികൾ മുഴുവൻ അടയ്ക്കാനുണ്ടാവും ശ്രമിച്ചു. എന്നാലും ഈ ഈശ്വരനാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നതെങ്കിൽ കാലസ്വരൂപിയായിട്ട് വരുന്ന സമയത്ത് ആരുമാണ് ഈശ്വരൻ നമുക്ക് മനസ്സിലാക്കാൻ നമ്മള് എപ്പോഴും മറന്നു പോകരുതെന്ന് പറയാം. ഓരോ കാലം ഈശ്വരനാണ്. ഈ കാലം തന്നെ നമ്മുടെ
ഓരോ ദിവസവും തള്ളി ഇപ്പൊ പ്രായത്തെ ഇതാകുന്നത് ആ ഭഗവാനിൽ നിന്ന് മറച്ചു വെക്കുവാനോ ഭഗവാനെ അതിജീവിക്കുകയോ എളുപ്പമല്ല പറയുന്നത്. അതുകൊണ്ട് അതിനെ അതങ്ങനെയല്ല ഏക ദൈവ അഭിപന്നോയം തന്റെ പ്രാണൻ പോലും പോകും എന്നുള്ളത് ഉറപ്പാണ്. ഓരോരുത്തരെയും നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഓരോ ഭരണവിശേഷങ്ങൾ നമ്മൾ കാണുമ്പോൾ ഓരോ നശ്വരമാകും നമ്മൾ നേരിട്ട് കാണുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നല്ല ശരീരവും പോലും നശിക്കുമെന്നുള്ള ഉറപ്പാകുമ്പോൾ അതിന് പ്രകാരം എന്താണ് നമ്മുടെ പ്രാണൻ പോലും നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ള ഉറപ്പുള്ളപ്പോൾ പിന്നെ ഈ ധനങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് കാര്യം? അതുപോലും അവിടെ പ്രാണൻ പോലും നശിക്കുമെങ്കിൽ ധനത്തിന്റെ കാര്യം പറയുന്നതുണ്ടോ എന്ന് ചോദിക്കണം. ഇനിയാണോ പിന്നെ അച്ഛനമ്മമാരെന്നോ അല്ലെങ്കിൽ മക്കളെന്നോ ഭാര്യയെന്നോ ഒക്കെ നമ്മള് ആ നിത്യം നമ്മളുടെ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കാതെ ഇതിനൊക്കെ ഇങ്ങനെ ഭ്രമിച്ചു കഴിയുകയാണ്. ഇപ്പൊ ഈ നിത്യജീവിതം പോലും മറ്റുള്ളവരുടെ ആശ്രയത്തിൽ കഴിയുകയാണ്. ഇനി എന്നിട്ട് പോലും പഠിച്ചിട്ടില്ലാതാണ്. അവിടെ ചോദിക്കുന്നുണ്ട് ഇതിന് എങ്ങനെയൊക്കെ ഇപ്പൊ സുഖാലേ ചോദിക്കുന്നുണ്ട്. സുഖാണ്, എന്തൊരു സുഖാണ് ഈ 101 പേരുള്ള മക്കളെ ഉള്ളതിനേക്കാളൊക്കെ എത്രയോ സുഖമായിട്ടാണ് ഇപ്പൊ കഴിയുന്നത്. ശരിക്കും ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോഴും ഈ ഭൗതികമായിട്ടുള്ള സുഖത്തിൽ രചിച്ചു കഴിയുകയാണ്. ഇതെല്ലാം നശ്വരമാണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അഹോ മഹീയസീജന്തോ ജീവിതമശായ ഭവാൻ ഹിമാവൃതവൃന്ദമാദത്തേ യഥാർത്ഥത്തില് ഈ മരണത്തിന്റെ ദൂരം ഈ വയസ്സിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വാർദ്ധക്യം വിളിച്ചറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ ധൃതരാഷ്ട്രയുടെ ആർജിതമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു ചിന്ത ഈ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ ആണ് ഏറ്റവും പരമസുഖം എന്നുള്ളത് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ നഷ്ടത്തിന് കാരണമാകുന്നതാണ് എന്നുള്ളത് നിങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. അന്നൊക്കെ പറഞ്ഞു സുഖമായിട്ട് അല്ലെ രാവിലത്തെ കുളിതൊട്ടുകൊണ്ട് ഓരോന്നും ഓരോരുത്തരും ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു. ഭീമസേനാണ് എനിക്ക് വേണ്ടതുള്ള ആഹാരം ഓരോ സമയത്തും തരുന്നത്. അങ്ങയുടെ മൂത്തപുത്രനായിട്ടുള്ള ദുര്യോധന്റെ തൊടയില് അല്ലെ ഗതാഗതിയേറ്റ് മരിച്ചതായിട്ടുള്ള കൊന്നതായിട്ടുള്ള ആ ഭീമന്റെ കയ്യിലേക്ക് അറ പോലും പോലും മാറിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ ഇതാണോ ഏറ്റവും സുഖമായിട്ടുള്ള ഒരു ഭക്ഷണം നൽകുന്നത്? മനസ്സിലെ തറയ്ക്കുന്ന രീതിയിലേക്കാണ് ചോദിക്കണം. അല്ലെ മകന്റെ പിണ്ടച്ചോറ് കയ്യിലെടുത്തിട്ട് അത് തന്നിട്ട് എത്ര സുഖമായിട്ട് കഴിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുക? അത് കേട്ട് ചെറുപ്പത്തിൽ തന്നെ ധൃതരാഷ്ട്രൻ എന്തില്ലാത്ത ഒരു ഇതായി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ചെയ്യേണ്ടത് എന്ന് നീ അവിടുന്ന് വേണ്ട പോലെ ഉപദേശിച്ചു തരണം എന്ന് ആ വിതരണോട് ആവശ്യപ്പെട്ടു. വിതരണം പറഞ്ഞു ഒന്നും ഇനി ആലോചിക്കാനില്ല. ഇതാണ് ധീരനായിക്കൊണ്ട് വേഗം ഈ പറഞ്ഞതായിട്ട് ദേഹാപത്തി വളർത്താതി ആത്മസൈന്യേഷു അസൽസ്വഭി എന്ന് പറയാൻ പോകുന്നതായിട്ടുള്ള ഈ ദേഹം വേഗം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ബന്ധുക്കള് എന്നൊക്കെയുള്ള ഈ ലൗകിക ബന്ധങ്ങളൊക്കെ വേഗം ഉപേക്ഷിച്ചിട്ട് വിരക്തോ മുക്തബന്ധനായ വേഗം മുക്തി നേടുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് യഥാർത്ഥത്തില് ധീരൻ പ്രക്ഷുബ്ധൻ എന്നൊക്കെ പറയും. പ്രക്ഷുബ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം അനുസരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മതിയായ പ്രകോപന ഹേതു എന്നുള്ളത് യഥാർത്ഥത്തില് ഈ പറഞ്ഞതായിട്ടുള്ള ചിത്ത വിഷയങ്ങളാണ്. ആ വിഷയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. എന്താ വേണ്ടത്?
ജന്മലാഭ പരപൂസ മന്ദേ നാരായണ സ്മൃതി എന്ന് പറയും. അല്ലെ, നമ്മളുടെ ഈ ഒരു മനുഷ്യ ലാഭം കൊണ്ട് നമുക്ക് വേണ്ടത് ഈശ്വരനിലേക്ക് നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേരുക. അല്ലേ, യഥാർത്ഥമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒക്കെ ഇന്ന് നമ്മളുടെ ഒക്കെ കർമ്മത്തിന് ആധാരമായിട്ടുള്ള നമ്മളെ കൊണ്ട് പലതും ജയിക്കുന്നതായിട്ടുള്ള ഒരു ശക്തി, ആ ശക്തിയെ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ ഈ ജന്മം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ജീവസ്യ തത്വജിജ്ഞാസ. മനുഷ്യ ജന്മം കൊണ്ട് നേടിയെടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഇപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആധാരമായിട്ടുള്ള നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുള്ള സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ വേണം നമ്മൾ പലതിലും നമ്മളുടെ ബുദ്ധി അതിലേക്ക് ഇടുമ്പോഴേക്കും പല ദുഃഖങ്ങൾക്കും ഒക്കെ കാരണമാകും. ഇന്നത്തെ ദുഃഖത്തിന്റെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഇത് നമ്മൾ ഒട്ടും നിരീക്ഷിക്കുന്നില്ല. ശരി, എന്നാൽ നമ്മൾ വിചാരിക്കുന്നവരെല്ലാം നടക്കുന്നുണ്ടോ? അതുമില്ല. ഇത് നമ്മളുടെ പ്രവൃത്തികൾക്കൊക്കെ കാരണം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടുള്ള ഒരു ബോധസ്വരൂപം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നു. അതാണ് ജീവസ്യ തത്വജിജ്ഞാസ. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ശരീരം പോലും നമുക്ക് ഭാരമായിട്ട് ഒരവസ്ഥ ഇതിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത് എന്നൊക്കെ അവിടെ പറഞ്ഞു. ഒരു വേഗം വേഗം വടക്കോട്ട് യാത്രയാകുക. ജ്ഞാനമാർഗം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് അത് വടക്കോട്ടുള്ള ദിശ, വടക്കോട്ട് യാത്രയാകാൻ വേണ്ടത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എന്താണ് നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആ ഒരു ധീരനായിക്കൊണ്ട് നരോത്തമനായിക്കൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് സത്യം മനസ്സിലാക്കിക്കൊണ്ട് യാത്രയാകാൻ വേണ്ടത് എന്ന് പറയാം. ധൃതരാഷ്ട്രരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറായി. ഏവം രാജാവിതുരേണ അനുജേന പ്രജ്ഞാചക്ഷുർബോധിരാജമീഡ സ്നേഹപാശാന്തടിന്നോ നിശ്ചക്രാമ അതായത് ആ ഒരു അനുജനായിട്ടുള്ള വിധനാണെങ്കിൽ പോലും ഇതിന്റെ ആ ഒരു സത്സംഗം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് തന്നെ ഈ മായാബന്ധത്തെയൊക്കെ വിളിക്കുവാൻ ജ്ഞാനിയായിട്ടുള്ള ഇതിനോട് സാധിക്കുന്നതാണ്. ധൃതരാഷ്ട്രരുടെ ആ അജ്ഞതയെല്ലാം മാറ്റി ഈ ഭൗതികതയിൽ കാണുന്നത് മുഴുവൻ എന്താണ് തിരമാലകളെ പോലെയാണെന്ന് പറയുന്നത്. തിരമാലകൾ നമ്മള് എത്ര പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് അല്ലേ, അപ്പം വേഗം വന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് തിരമാലകൾ. അല്ലെങ്കിൽ മേഘങ്ങൾ വന്ന് കൂടുന്നത് പോലെ മേഘം പോലെ. അപ്പം ഇതിപ്പോ എപ്പോഴും ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൗതികം മായയാണ് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് ധീരനായിക്കൊണ്ട് ഇനി തന്റെ യഥാർത്ഥമായിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് വേണ്ടത് എന്നവർ പറഞ്ഞു. പതിമ്രയാന്തം സുബലസ്യ പുത്രി പതിവ്രതാചാഞ്ജഗാമസഖി. ആ അജാതശത്രു പ്രഥമൈപ്രാണുദാഗ്രവിപ്രാണത്വാതലോ ഭൂമിരുക്മൈഹി ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ പ്രജാപശ്യേൽപിതരൗ സൗകര്യഞ്ച. തന്റെ ഇത്രയും കാലം തന്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാം അവിടുന്ന് വിട്ട് ബ്രാഹ്മണരെയും ഒക്കെ വന്ദിച്ചുകൊണ്ട് ഗൃഹം പ്രവേശിച്ചോ ഗുരുവന്ദനായ ആവശ്യം വന്ദിച്ചുകൊണ്ട് അഗ്നിഹോത്രം സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്ത് ധാരാളം ദാനങ്ങളൊക്കെ ചെയ്ത് ആ സഞ്ജയനോടും യാത്ര പറഞ്ഞ ധൃതരാഷ്ട്രർ ഇവരുടെ കൂടെ നേരെ ഹിമാലയ സ്ഥാനങ്ങളിലേക്ക് ചെന്ന് എന്തായാലും ആ ഗാന്ധാരിയോടുകൂടി നേരെ ഹിമാലയ സ്ഥാനങ്ങളിൽ ചെന്ന് അവിടെ ആശ്രമമൊക്കെ കെട്ടി കുറച്ചു കാലം ഭജനം ചെയ്ത് പിന്നീട് അവിടെ സപ്തസ്രോതസ് ഗംഗാനദി 7
ഭാഗമായിട്ട് ഒഴുകുന്നതായിട്ടുള്ള സ്ഥലം. ആ സപ്ത സ്രോതസ്സില് അങ്ങനെ ഏഴായിട്ട് തിരിയുന്നതായിട്ടുള്ള ആ സപ്ത സ്രോതസ്സില് ഭഗവാന്റെ ഉപാധികളെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവിടെയുള്ള സപ്തർഷികളിലൂടെ അനുഗമിച്ചുകൊണ്ട് അഷ്ടാംഗ യോഗങ്ങളിലൂടെ ആ ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. യമം നിയമം ആസനം തുടങ്ങിയതായിട്ടുള്ള ഓരോ ക്രിയകള് ഇതെല്ലാം ഈ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ, ഈ ഒരു ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നുണ്ട്. ശരി, നമ്മുടെ ജീവിതത്തിലുള്ളതല്ല ഈ ബ്രഹ്മചര്യം, അതുപോലെ ഗാർഹസ്ഥ്യം, എന്താണ് വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയാനുള്ള സമയം, കുട്ടിക്കാലമൊക്കെ. കുട്ടിക്കാലത്ത് വേറെ ഒന്നും നമ്മളെ ഇതിൽ ചിന്തയില്ല. അത് വേണ്ട പോലെ ബ്രഹ്മചര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യം വേണ്ട പോലെ ആവുന്നു. അതിനുശേഷം വാനപ്രസ്ഥം, ഇതെല്ലാം കണക്റ്റായിട്ട് പോകുന്നതാണ്. എന്തായാലും അവിടെ ഇത് പിന്നെ ഈ നമ്മളുടെ യോഗ സാന്നിധ്യത്തിലൂടെ അവിടെ ചെയ്യുകയാണ്. ജിതാസനോ ജിതശ്വാസ, ആസനം വരുത്തിക്കൊണ്ട് പ്രാണായാമങ്ങളെ ചെയ്തുകൊണ്ട് ഒക്കെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ശരീരത്തെ കൂടി മനസ്സിനോട് ചേർത്ത് കൊണ്ടുവരിക. പിന്നീട് ഹരിഭാവനയാധുസരജസ്തത്വമൂല, ആ 3 ഗുണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്റെ ഉള്ളിലുള്ള ഹരിഭാവനയെ ധാരണ ചെയ്തുകൊണ്ട് ആ ശരീരത്തെ യാന്ത്രിക മാർഗമായി യോഗയിലൂടെ ഇന്ദ്രിയവും മനസ്സും ഒക്കെ എല്ലാം ഒന്നിലേക്ക് കേന്ദ്രീകരിച്ച് ആത്മസ്വരൂപത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് ഗാന്ധാരിയെയും ദേഹത്യാഗം ചെയ്യിച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് നേരെ തിരിച്ച് അവിടെ പോകും. ഇങ്ങനെയുള്ള ആ ധൃതരാഷ്ട്രയുടെ ഇതെല്ലാം കഴിഞ്ഞ് ധർമ്മപുത്രന്റെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിട്ടാണ് വിലീഷിന്റെയും വിലുവയും കാണാതെ വന്നിരിക്കുകയും സഞ്ജയനാണ് കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനമന്ത്രിയായിക്കൊണ്ട് സഞ്ജയനോട് ചോദിച്ചു, തന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തികളെ കൊണ്ടാണോ ഇന്ന് വിലീഷിനും വിലുവയും എവിടെ പോയതാണ് അറിയില്ല. ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികളെ കൊണ്ടാണോ ഇന്ന് വിലീഷിനും അമ്മയൊക്കെ പോയത് എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും നാമം ഏതോ എനിക്കും അറിയില്ല. സഞ്ജയൻ പോലും പറഞ്ഞു, എന്നോട് പോലും പറയാതെയാണ് യാത്രയായത്. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ആദമോഷം വരികയും ആദമോഷം ഈ വിലീഷിനെയും വിലുവയും ഒന്നും അന്വേഷിക്കേണ്ട, അതിന് വേണ്ടതായിട്ടുള്ള അല്ലെ ജ്ഞാനോപദേശത്തോടു കൂടി വേണ്ടതുപോലെ വേണ്ട ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അവിടുന്ന് ആ ധർമ്മത്തിലെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. കുറച്ചു കാലമായിട്ട് അർജുനൻ ദ്വാരകയിലേക്ക് പോയി തിരിച്ചു വരുന്നില്ല. ഇവിടുന്ന് പോയപ്പോ ദ്വാരകയിലേക്ക് പോയപ്പം കൃഷ്ണന്റെ കൂടെ പോയതാണ് അർജുനൻ. 5-7 മാസമായിട്ടും അർജുനെ കാണാതിരുന്നപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ കാണുന്നു. പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങളൊക്കെ ഇന്ന് പ്രകൃതിയിൽ വന്നു തുടങ്ങി. സാധാരണ രീതിയിൽ കാണാത്ത കാലത്തെ വിപര്യ തത്വധർമ്മിണ കാലത്തിന്റെ ഋതുഭേദങ്ങൾക്കനുസരിച്ചുള്ള രീതിയിൽ പ്രകൃതി നേരെ വിപരീതമായിട്ട് വരുന്നു. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല, പിന്നെയോ മഴ പെയ്യേണ്ടാത്ത സമയത്ത് മഴ പെയ്യുക. ഇങ്ങനെയുള്ള ഓരോ സമയത്തും വർഷകാലം, ശരത്ത്, വസന്തം, ഇതെല്ലാം മാറി മാറി വരുന്നു. ഇതിന് ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾക്ക് കാരണം എന്താണെന്നുള്ളത് അറിയില്ല. എന്നിട്ട് അവർ പറയുന്നു, ജിന്മപ്രായം ജഗൃതം ഷഡ്ഭിം സൗഹൃദം കർമ്മങ്ങളൊക്കെ നിത്യമായിട്ട് ആൾക്കാർ ചെയ്യാൻ പറ്റുന്ന അവിടെ രാജാവിനെ പോലും ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ അവരവരുടെ കർമ്മത്തിൽ നിന്നൊക്കെ വ്യതിചരിക്കുന്നു. വർണ്ണാശ്രമ ധർമ്മങ്ങൾ വേണ്ട പോലെ
സ്പർശിക്കുന്നില്ല. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾക്കൊക്കെ കാരണം അജ്ഞാതമായിട്ടുള്ള എന്തോ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതായത് ഒരു ഇരുട്ട് സംഭവിച്ചതുപോലെ, പ്രകൃതിയിൽ ഒരു ഇരുട്ട് സംഭവിച്ചതുപോലെ എന്ന് പറയുന്നു. അച്ഛനമ്മമാർ തമ്മിലുള്ള കലഹങ്ങള്, ദമ്പതികൾ തമ്മിലുള്ള കലഹം, ഇങ്ങനെയെല്ലാം വിപരീത ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇതിന്റെ ഈ എന്താണ് കലിയുഗത്തില് ഈ ഒരു കലി ബാധിച്ച ഒരവസ്ഥ, ഈശ്വരൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയതുപോലെ ഈ ധർമ്മോത്തരക്ക് തോന്നിയതുകൊണ്ടാണ് ജനങ്ങളിലൊക്കെ മൃഗീയത വളർന്നു വന്നതോടെ. അപ്പം ഈ ഒരു ദുഃഖം തന്നെ വല്ലാണ്ട് ബാധിച്ചു കഴിയുമ്പോഴേക്കും ഭീമസേനോട് ചോദിച്ചോടെ, കാരണം തനിക്ക് ഒരു ദുഃഖം ബാക്കിയുള്ളവർക്ക് അനുഭവിക്കുമെന്നോ അറിയാൻ വേണ്ടി ചോദിക്കുന്നുള്ളത്. നമ്മുടെ പുത്രൻ പറഞ്ഞാൽ മതി. ഇങ്ങനെയല്ല, ഭീമനെ ഞാൻ അനുജനെ കാണാത്തതിനുള്ള ദുഃഖം ഭീമനെയും അവിടെ അടക്കുന്നുണ്ടോന്ന് അറിയാം. അതിനെന്താ തന്റെ അനുജനായിട്ടുള്ള അർജുനൻ ആകെ പോയിട്ട് എത്രയോ കാലം 7 മാസമായിട്ട് തിരിച്ചിവിടെ എത്തിയിട്ടില്ല. എന്താണ് അതിന് കാരണം എന്നൊക്കെ ചോദിച്ച്, അത് തന്നെയല്ല ഓരോ വിധത്തിലുള്ള ദുഷ്കൃതങ്ങളൊക്കെ അവിടെ പറയുന്നു. പല വിധത്തിലുള്ള രീതിയിലെ ഗ്രഹങ്ങളുടെ മാറ്റം, ഗ്രഹ സമ്മർദ്ദങ്ങള്, അതുപോലെ പ്രളയം, വെള്ളപ്പൊക്കം, വരൾച്ച, ക്ഷാമം, രോഗം തുടങ്ങിയതൊക്കെ അവിടെ വന്നിരിക്കുന്നു. ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ കാരണം? യജമാനൻ വളർത്തുന്ന നായ്ക്കൾ പോലും ഇന്ന് അല്ലെ യജമാനെ കടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. എല്ലാം തിരിഞ്ഞു വരുന്നു. കുറുക്കൻ ആദിത്യന്മാരെയൊക്കെ നോക്കിക്കൊണ്ട് കരയുന്നു. അതുപോലെ ഈ തീ വമിച്ചുകൊണ്ട് നായ്ക്കളൊക്കെ പേടിയില്ലാതെ എല്ലാവരുടെയും നേരെ കുറയ്ക്കുന്നു. ഇതെല്ലാം നേരെ വിപരീതമാണ്. കാലം കോഴി പോകുന്നില്ലേ, മരണദൂതനായിട്ടുള്ള കാലം കോഴി പോകുന്നു. വർഷം ചെയ്തൊക്കെ എന്താണ്, വെള്ളത്തിൽ വരും ചോരയുടെ തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ എന്താണ് കണ്ണീര് പൊടിയുന്നതായിട്ട് കാണുക. ഇങ്ങനെ പല വിധത്തിലുള്ള കാറ്റ്, അതുപോലെ മേഘം, മഴ, ഇതിനൊക്കെ മാറ്റങ്ങളുടെ സൂര്യരശ്മിക്ക് എന്തെന്നില്ലാത്തൊരു താപം, ഗ്രഹങ്ങൾ തമ്മിൽ ദുഃഖങ്ങള്, പശുക്കള് അകിട് ചുരുട്ടി കഴിഞ്ഞാൽ അത് പാലിന് പകരം രക്തമായിട്ട് വരുന്നു, വിഗ്രഹം കരയ്ക്കുന്നു. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ആ ദുർനീക്കങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് ജനപദങ്ങൾ മുഴുവൻ ഇന്ന് എല്ലാവരും പരസ്പരം കലഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു രംഗം. ഇതിനൊക്കെ കാരണമായിട്ടുള്ള എന്താണ്, ശരിക്കും ഈശ്വരന്റെ ഒരു അഭാവം, ഈശ്വരന്റെ ഒരു അനുഗ്രഹത്തിന്റെ കുറവുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തോന്നല്. എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ദുഷിതൻ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഓരോരുത്തരെയും ആ അർജുനൻ തന്റെ ഗാന്ധീവം പോലും എടുത്തു നോക്കാൻ കഴിയാതെ അതിനെ വലിച്ചു വെച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള രംഗം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചോദിച്ചു അർജുനനോട്, എന്താ ഇതിന്റെ മുഖത്തൊരു ഇല്ലാത്തൊരു മ്ലാനത. അപ്പം അർജുനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ യദുവംശം മുഴുവൻ നശിച്ച് ശേഷിച്ചതായിട്ടുള്ള 3-4 പേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തന്റെ രഥത്തിലൂടെ കൊണ്ടുവന്നതിന് ശേഷം രംഗമാണ്. എന്തൊക്കെ പൗരുഷം നൽകി ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ പൗരുഷത്തിനൊക്കെ കാരണം ഈ ഗണ്ഡീവൊക്കെ എടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കൃഷ്ണന്റെ അഭാവമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അവിടെ വന്ന് അർജുനൻ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. നമസ്കരിക്കൊന്നും പറയാൻ നടന്നില്ല. പിന്നെ അവിടുന്ന് ഓരോന്നോരോന്ന് അവിടുന്ന് ധർമ്മോത്തരം ചോദിക്കുകയാണ്. ദ്വാരകയിലെ മുത്തച്ഛന്മാരെ മുതലുകൊണ്ട് ഓരോരുത്തർ, സൂര്യസേനൻ മുതലുള്ള ഓരോരുത്തരെയും എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. സുഖം തന്നെയല്ലേ അവർക്ക്? അതുപോലെ തന്നെ അവിടുത്തെ കംസന്റെ കഥകള്, അക്രൂരന്റെ കഥകള്, ഇങ്ങനെയുള്ള ആ
ഗുരുദേവന്റെ മധുരയിലെ വർത്തമാനങ്ങള് ഇതെല്ലാം വേണ്ട രീതിയിൽ പറഞ്ഞു തരും. ഇതിനൊന്നും മറുപടി പറയാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. മഹാരഥന്മാരായിട്ടുള്ള പ്രതിജ്ഞാതിയായിട്ടുള്ള മക്കളുടെ കാര്യം 1628 ഭക്തിമാരുടെ കാര്യങ്ങള്, പിന്നീട് ആ ശ്രീകൃഷ്ണന്റെ അനുയായികളായിട്ടുള്ള ശ്രുതദേവൻ ഉദ്ധവൻ തുടങ്ങിയതായിട്ടുള്ളവര്, അങ്ങനെയുള്ള ആ ഗോവിന്ദന്റെ കഥ അവിടെ വിസ്തരിച്ച് പറയൂ. ആ ക്ഷീരാബ്ധിയിൽ നിന്നും ഇന്ന് യാദവാബ്ധിയിലേക്ക് എത്തിയതായിട്ടുള്ള അവരെ എന്ത് മാത്രമുള്ള ക്ഷേമം, ഐശ്വര്യം, മംഗളം മാത്രം ആയിട്ടുള്ള ആ ദ്വാരകയിലെ വർത്തമാനങ്ങളൊക്കെ അവിടെ നിന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്നൊക്കെ ആ യുധിഷ്ഠിരന്റെ ചോദ്യത്തിൽ നിന്നും മറുപടി പറയാൻ അർജുനൻ സാധിച്ചില്ല. കാരണം എന്താണ്, ഇതെല്ലാം വസ്തുവിച്ചു കഴിഞ്ഞു. ഇവിടെ യദുവംശം മുഴുവൻ തന്നെ ഇവിടെ നശിച്ചു കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ് അർജുനൻ. എന്തായാലും തന്റെ യുദ്ധത്തെ എല്ലാം വിളിച്ചു നിർത്തിക്കൊണ്ട് രഥത്തോടുകൂടി അർജുനൻ പറഞ്ഞു, വഞ്ചിതോഹം മഹാരാജ കരുണാബന്ധുരൂപിണായേന മേഘൃതം ദേവോ ദേവവിസ്മാപനം മഹൽ. രാജാവെ, ഇന്ന് നമ്മളുടെ ആ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധുവായിരുന്ന കൃഷ്ണൻ നമ്മളെ നിന്ന് വഞ്ചിപ്പിച്ചു പോയിരിക്കുന്നു, നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തത്തോടുകൂടി പല കാര്യങ്ങളും നിന്ന് ഇത്രയും കാലം നമുക്ക് ചെയ്തു തന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും അവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു. പാഞ്ചാലി സമയത്താണെങ്കിലും അല്ലേ അവിടെ പറയുന്നത് ഒരു ക്ഷണനേരം കൊണ്ട് സംയോഗവും വിയോഗവും ഒക്കെ ഭഗവാനാണ് ശരിക്കും. ആ കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളെ കളിക്കുന്നത് പോലെ അല്ലെ, കളിപ്പാട്ടങ്ങൾ പക്ഷേ കളിച്ച് അതിനകത്ത് വലിച്ചെറി എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ബന്ധങ്ങൾക്കൊക്കെ അവസ്ഥ. അതുകൊണ്ട് ഒരു മരണവീട് പോലെ ഇപ്പം ലോകം മാറിയിരിക്കുകയാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ അവിടെ പറഞ്ഞു. പല രീതിയിലുള്ള കാണ്ഡദാനത്തിന്റെ കാര്യവും അതുപോലെ തന്നെ ആ ദുര്യോധനാദികൾ പല വിധത്തിലും പാണ്ഡവരോട് ചെയ്യുന്നതായിട്ടുള്ള ഓരോ ക്രൂരതകളിൽ നിന്നും ഒക്കെ രക്ഷിക്കുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? കൃഷ്ണമണി ആയിട്ടുള്ള കൃഷ്ണൻ നമ്മുടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവസാനം അവിടെ പറഞ്ഞ പോലെ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോടൊന്നും അവർക്ക് പരുഷമായിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അവിടെ സൂചിപ്പിക്കാന്ന് പറയാം. ഭഗവാന്റെ വിയോഗത്തെ കുറിച്ച് ഒന്നും അവിടെ സൂചിപ്പിക്കില്ല. സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നിമിത്തങ്ങളിൽ നിന്ന് തന്നെ തീരുമാനിച്ചോടെ. അപ്പൊ ഇത് എന്താണോ ഈ പ്രകൃതിയുടെ മാറ്റത്തെ കുറിച്ച് അറിയാൻ സാധിച്ച രാജാവിന് സാധിക്കുള്ളൂ അല്ലെ. രാജാവ് പണ്ട് രാജാവ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ രാജാവാണ്. പ്രജകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൃഗങ്ങളെ, മനുഷ്യർ തുടങ്ങിയുള്ള സസ്യങ്ങളെല്ലാം പ്രജകളാണ്. അതിന് എന്ത് കിടക്കും? ഈ പ്രജകള് ഏതൊക്കെയാണോ പ്രജകളുടെയൊക്കെ ശാസ്ത്രങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം. ഭീഷ്മരുടെ അടുത്ത് ദാനധർമ്മവും ശ്രീധർമ്മവും മഹധർമ്മവും എല്ലാ ധർമ്മങ്ങളും പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പ്രജകളെ മുഴുവൻ നമ്മുടെ മനുഷ്യർക്കുള്ളത് തന്നെ അല്ലാതെ മൃഗങ്ങൾക്ക് പോലും വേണ്ടതായിട്ടുള്ള ഒരു നിശ്ചയമുള്ള രാജാവിന്റെ കടമയാണ്. അപ്പൊ ഈ പ്രകൃതി ഉണ്ടാകുന്ന മാറ്റം അല്ലെ തീർച്ചയായിട്ടും ആ രാജാവിനെ വേണ്ട രീതിയിൽ അവിടെ മനസ്സിലാക്കി കാണിക്കുമെന്ന് പറയാം. ശരിക്കും പറയുന്നത് ഭഗവാൻ പറയാറില്ലേ, മാമേവ ഈ പ്രകൃതിയെ മായാമേതാം തരത്തിലെ എന്ന് പറഞ്ഞാല് തന്നോട് എങ്ങനെയാണോ അല്ലെ അവിടുന്ന് എന്താണ് അതിനനുസരിച്ചുള്ള രീതിയിൽ അവിടുന്ന് ആ അനുഭവം കിട്ടും എന്ന് പറഞ്ഞാൽ പ്രകൃതിയോടുള്ള നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ദൃശ്യം കൊണ്ടുവന്നത്. ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അപ്പൊ ഇപ്പോ ഇവിടെ എന്താണ് ഒരു അധർമ്മത്തിന്റെ ഒരു ലക്ഷണം മുഴുവൻ കാണും. യഥാർത്ഥത്തിൽ ഈശ്വരന്റെ ഒരു അഭാവം പൂർണ്ണമായിട്ടുള്ളതുകൊണ്ടാണ് ഇതിനൊക്കെ സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ല. എന്തായാലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പറയുന്നുണ്ട് ശീയാസനാടന വിഗർധന അതിന് എന്തൊക്കെയായി പറഞ്ഞു മനസ്സിലാക്കണം അറിയില്ല. ഓരോരോ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ പൗരുഷം കൂട്ടാം മേനെ കൃഷ്ണനാണ് പറഞ്ഞത്. ഇത്രയും നാളായിരിക്കും ഉണ്ടായിരുന്ന ആളുടെ പൗരുഷം. ആളുകളുടെ പൗരുഷം എന്നുള്ളത് സത്യത്തിൽ ആ കൃഷ്ണന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. അന്ന് കിടപ്പിലായാലും ഇരിപ്പിലായാലും ഒക്കെ സദാസമയവും ആ കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്മാണി അല്ലെ ഉദാര ശോഭിതാനി പാർട്ടിൽ നിന്നും ഒക്കെ
സ്നേഹത്തോടുകൂടി നമ്മൾ വിളിച്ചത് പുരുഷഭാഗത്തൊന്നും ഈ ഭഗവാന്റെ ഭക്തത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇപ്പം നമ്മളിൽ നിന്ന് മാറി നിൽക്കാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടത് ആ കാര്യം. എന്തായാലും അവിടുന്ന് ആ ധർമ്മപുത്രര് തീരുമാനിച്ചു, ഇനിയുള്ള രീതിയില് ഈ ഭൂമിയില് നിൽക്കുന്നതല്ല ഇനി ബുദ്ധി, ഈ വേഗം തന്നെ ഇവിടുന്ന് നമുക്ക് ആ യഥാർത്ഥമായ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോവുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുത്രനായിട്ടുള്ള പരീക്ഷത്തിനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് ആ ദ്രൗപദിയോടുകൂടി നേരെ വിദുരന്റെ ഉപദേശപ്രകാരം ഹിമാലയ സ്ഥാനങ്ങളിലേക്ക് ചെന്ന് വേണ്ടതായിട്ടുള്ള എല്ലാ രാജ്യകാലങ്ങളിലെ ചക്രവർത്തി വൃത്തത്തെ മുഴുവൻ പരീക്ഷയെ ഏൽപ്പിച്ചുകൊണ്ട് പാണ്ഡവര് അല്ലെങ്കിൽ ധർമ്മപുത്രര് തന്റെ അനുജന്മാരോടും അതുപോലെ ദ്രൗപദിയുടെ ആജ്ഞയോടും കൂടി ആ ഹിമാലയ സാന്നിധ്യത്തിൽ ചെന്ന് വടക്കോട്ടായിട്ട് യാത്ര ചെയ്ത് ഹൃദിബ്രഹ്മംബരം ധ്യായൻ നാവർത്തേതയതോ നിയമം അഷ്ടാംഗ അവസ്ഥകളിലൂടെ മനസ്സിൽ ആ ഭഗവാനെ അവിടുന്ന് ധാരണ ചെയ്തുകൊണ്ട് ആ യഥാർത്ഥമായിട്ടുള്ള ഗതി എന്ന അവസ്ഥയിലേക്ക് അവിടെ എത്തി. ഇങ്ങനെ സമേതമനു നിർദ്ദു മാതരാക്കളുടെ നിശ്ചയ കല്യാണധർമ്മം ഇത്രയാണ് ആ പാണ്ഡവര് എല്ലാവരും ഭഗവാന്റെ പാദങ്ങളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ ദേഹത്യാഗം ചെയ്തു എന്ന് പറയാണ്. പിന്നീടോ അതേപോലെ തന്നെ അവിടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാണ്. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ പാണ്ഡവരുടെ സ്വർഗാരോഹണ കഥകൾ ആരാണോ പാണ്ഡോസുതാനാം ഇതി സംപ്രയാണം ശൃണോത്യരം സ്വത്യനം പവിത്രം വിദ്വാഹരോ ഭക്തിമുഖൈരി സിദ്ധിം. പാണ്ഡവരുടെ സ്വർഗാരോഹണം എന്നുള്ള ആ ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതമാകി ലൗകികമായിട്ടുള്ള ജീവിതങ്ങൾ മുഴുവൻ വിദ്യയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹരിയുടെ പാദത്തിലെ ഭക്തി ഉണ്ടാകും എന്നുള്ള പരിശുദ്ധിയോടുകൂടിയാണ് അവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രഥമ സ്കന്ധത്തില് വൈരാഗ്യ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. പരീക്ഷത്തിലുള്ള ശാപം, ഇതിന് എന്തായാലും പരീക്ഷത്തിന്റെ ശാപത്തിന്റെ മൃത്യു, അതായത് ഭീതി തന്നെ എല്ലാവരുടെയും ഇന്നത്തെ ദുഃഖം അത് തന്നെയാണ്. ആ മൃത്യുവിനെ ജയിക്കുവാൻ വേണ്ടിയിട്ടാണ് പരീക്ഷത്ത് ആഗ്രഹിച്ചിരിക്കുന്നത്. എങ്ങനെ മൃത്യുവിനെ ജയിക്കാൻ സാധിക്കും? മൃത്യുഗ്രസ്തമാണെന്ന് അല്ലെ, മൃത്യുഗ്രസ്തം മരണത്തിന്റെ വായിലാണ് എല്ലാവരും. അങ്ങനെയുള്ള ആ പരീക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഥമ സ്കന്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭാഗവത ആരംഭിക്കുന്നില്ല. എന്താണ് പിന്നെ എപ്പോഴേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ആണ് അല്ലേ. ഒരു പ്രിപ്പറേഷൻ ഓഫ് ലിസണിങ് ആണ് ജ്ഞാനം. ആ ജ്ഞാനം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ശരിക്കും പ്രഥമ സ്കന്ധം. ദ്വിതീയ സ്കന്ധത്തിലാണ് ആരംഭിക്കുന്നത്. അവിടെയാണ് ശരിക്കും ഉദാഹരണം അവിടെ എത്തുന്നത്. അവിടെ അപ്പം നമ്മളുടെ ഈ ശരീരം പോലും ഇന്ന് മൃത്യുഗ്രസ്തമാണ് എങ്കിൽ ആ ജനധർമ്മന്റെ കൈയാണെങ്കിൽ ഈ ഭയമാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളെയും ഇന്ന് അന്വേഷകരായിട്ട് മാറ്റുന്നത്. ഇതിൽ നിന്ന് മുക്തിയാകാൻ സാധിക്കും. ഈ ഭയത്തിൽ നിന്ന് മുക്തിയാകാൻ സാധിക്കും. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ശരീരം പോലും മൃത്യു കൊണ്ടുപോകും, അതിനെ വീട്ടിൽ മാറ്റും തടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മനനം ചെയ്ത് നമ്മളെ ദൃശ്യമായിട്ടുള്ള നമ്മളുടെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടുള്ളവർ പോലും മരിക്കുമ്പോഴും നമ്മൾ ദൃശ്യമായിട്ട് കാണുന്നതാണ് അല്ലെ. അപ്പോഴും നമ്മളെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അവസാനം ഇതെല്ലാം മനസ്സിലാക്കി അല്ലെ, ഇതെല്ലാം നശ്വരമാണെന്നുള്ള വിധിയായിട്ടുള്ള ഇത് മാറുന്നതാണ്, ലോകം മാറുന്നതാണെന്ന് മനസ്സിലാക്കി അന്വേഷണം തിരിഞ്ഞ് നേരെ നമ്മളിലേക്ക് എത്തുന്നു. ആത്മസ്വരൂപ ജ്ഞാനം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും മരണമില്ലാത്തതായിട്ടുള്ള ആ അമൃതാനന്ദത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം ആരംഭിക്കും.
അതാണ് യഥാർത്ഥത്തില് ഈ ശ്രദ്ധ മുഴുവൻ എന്താണ് ഈ കാണുന്നതായിട്ടുള്ള ശരീരത്തിൽ നിന്നും നേരെ സ്വരൂപത്തിലേക്ക് തിരിഞ്ഞ് വരികയാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള അനുഭവം. അതായത് ഈ ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ ജ്ഞാനവും അജ്ഞതയൊക്കെ എവിടെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് പറയണം. അതുകൊണ്ട് ഈ പ്രകൃതി നശ്വരം കൊണ്ട് നശിക്കുന്നതാണെന്നുള്ള ഒരു ബോധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ ആഴമായിട്ട് ധ്യാനം ചെയ്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ കൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് ഇതിലൂടെ ഈ സ്വർഗാരോഹം ഇതിലൊരു കഥ എന്ന് പറയാനുള്ളത് കൂടുതൽ എന്താണ് ഈ സത്യബോധത്തെ നമ്മൾ കൺസിഡർ ഭാഗവതത്തിൽ എങ്ങനെയാണ് ഓരോ സ്കന്ധങ്ങൾ പറഞ്ഞാല് ഒരു ആദ്യത്തെ അല്ലെ ഒന്നാമത്തെ സ്കന്ധം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇനിയിപ്പോ രണ്ടാമത്തെ സ്കന്ധത്തിലാണ് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ സ്കന്ധത്തില് വിത്തുവാകും ഭാഗവതത്തിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ വിത്തുവാകുക. മൂന്നാമത്തെ സ്കന്ധം പറഞ്ഞാൽ സൃഷ്ടി തുടങ്ങിയിട്ടുള്ള ഓരോ ലക്ഷണങ്ങളോടും കൂടി തടിയാകും, പിന്നീട് കമ്പാകും, ചില്ലകളാകും, ഇലകളാകും. അങ്ങനെ പത്താമത്തെ സ്കന്ധമാകുമ്പോഴാണ് നല്ല അല്ലെ പാകമായിട്ടുള്ള പഴങ്ങൾ ധാരാളം ഉണ്ടാകും. പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ അതിൽ നിന്ന് ഏറ്റവും അല്ലെ മാധവമായിട്ടുള്ള ആ പഴം സ്വീകരിക്കുക ഏകാദശം എന്നുള്ള ഒരു ഇത്. അപ്പം ആ മുക്തി എന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള ആ മുക്തി തന്നെയാണ് യഥാർത്ഥത്തിലെ സ്വാതന്ത്ര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഭക്തി. അതിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാനുള്ളതാണ് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഭാഗവതത്തിലൊക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇത് തന്നെയാണ്. അജ്ഞത ഇല്ലാതാവുക ശരിക്കും. ഇന്ന് നമുക്കൊക്കെ ഉള്ള അജ്ഞത എന്ന് വെച്ചാല് സംസാര ദുഃഖം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അജ്ഞത കൊണ്ടാണ് അല്ലേ. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള ഒറ്റ തോന്നുന്നത് രക്ഷമാണ്. അത് നമ്മുടെ സഹായം കൊണ്ട് നമ്മളെ എല്ലാം മറച്ചു വയ്ക്കുകയാണ്. അപ്പൊ മറച്ചു വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബുദ്ധിമുട്ടാണ് പലതും നടക്കുന്നത് തോന്നുന്നത്. അതിന്റെ പേരിലാണ് സത്യത്തിൽ നിന്ന് അനുഭവിക്കുന്നത്. ആ അജ്ഞതയെ ഇല്ലാതാക്കാനാണ് ഭാഗവതവും ശ്രമിക്കുന്നത്. ഈശ്വര സങ്കല്പത്തെയും അതുപോലെ തന്നെ ഭക്തിയെയും ഒന്ന് വേറിട്ടൊരു കാഴ്ചപ്പാടാണ് ശരിക്കും ഭാഗവതത്തിന്റെ. നമ്മളൊക്കെ ഇന്ന് പലയിടങ്ങളിലും അന്വേഷിച്ചെടുക്കണം അല്ലെ. ക്ഷേത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം സത്സംഗം, ക്ഷേത്രം, പൂജാമുറി ഇതൊക്കെ ഈശ്വര സ്ഥാനം. യഥാർത്ഥത്തിൽ എന്താണ് സദാസമയം നമ്മളുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചെന്ന് കണ്ണാടികളായതൊക്കെ സത്സംഗമായാലും ക്ഷേത്രമായാലും ഇതൊക്കെ ആ ഒരു തെറ്റിദ്ധാരണ ആദ്യം അറിയാൻ അപ്പോഴല്ലേ നമുക്ക് വേറെ വിധത്തിലുള്ള കാപട്യങ്ങളുള്ളിൽ വന്നിരുന്നല്ലേ ഈശ്വരനൊക്കെ കൂടെയാണ് എന്റെ കൂടെ ഇപ്പോഴും വർദ്ധിക്കുകയാണെങ്കിൽ കാപട്യത്തിനുള്ള ഇതുണ്ടാവോ ഈ ഒരു പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ. അപ്പം ആ ഒരു മായയെ നമ്മൾ പരമാവധി മനസ്സിലാക്കിക്കൊണ്ട് ആ യഥാർത്ഥത്തിലേക്ക് എത്താൻ സാധിക്കും. ഭക്തിയുടെ കാര്യം തന്നെയാണ്. നമുക്കിന്ന് ഈ പറഞ്ഞ രാവിലെ അല്ലെ 5 മണി തൊട്ട് 8 മണി വരെ ഭക്തി, വൈകിട്ട് 5 മണി തൊട്ട് 8 മണി വരെ ഭക്തി. മറ്റുള്ള സമയത്തും ഇല്ലാന്നുള്ള ധാരണ നിൽക്കാം. അതല്ല ഭക്തി എന്ന് പറയുന്നതും ഇതൊക്കെ ഇങ്ങനെ പ്രത്യേക ഒരു ഇതിലേക്ക് നമ്മൾ ചട്ടക്കൂടിലാക്കി അത് മാറ്റണം. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ. ഇത് സദാസമയം യാതൊരുവിധ കാപട്യവും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ളൊരു ഭാവം, അതിന് ആസ്പദമായിട്ടുള്ള ആ ബോധ സ്വരൂപനാണ് നമ്മളിവിടെ എപ്പോഴും വർദ്ധിക്കുന്ന ആളാണ് ഈശ്വരൻ എന്നുള്ള സത്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പരമാവധി ഈ പറയുന്നതായിട്ടുള്ള ധാരണകൾ നമ്മുടെ ധാരണകൾ അനുസരിച്ച് നമ്മുടെ ദുരിതത്തിലാകുമ്പോൾ നമുക്ക് ധാരണകളാണ് അല്ലേ. ആ ധാരണകൾ വായിക്കാൻ നമ്മുടെ മനോഭാവങ്ങള് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഭഗവത് പറഞ്ഞ ഇന്ന് നമ്മളെല്ലാവരും എന്താണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചതാണ് അല്ലേ. ദുഃഖം പോലെ ഒരു സുഖമായിട്ട് കൊണ്ടാണ് ദുഃഖം ഈ ഒരു സുഖം അങ്ങനെ കുറച്ചു പേരോട് അതിന്റെ ദുഃഖം പറഞ്ഞ് അവരുടെ ഒരു സഹതാപം കേൾക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെയാണ് ഇന്ന് ജനങ്ങൾ ധരിച്ചു ചെയ്യുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കുക, അതിൽ നിന്ന് നമ്മള് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളുടെ കൂടെ തന്നെ നമ്മളെ കൊണ്ട് പ്രവർത്തിക്കുന്നതായുള്ള ഈ ഒരു ഈശ്വര അല്ലെങ്കിൽ ഈ ബോധസ്വരൂപനായ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ നമ്മൾ ചെയ്യണം. അതാണ് വേണ്ടത്. നമ്മളൊരാളോട് ദുഃഖം പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തില് ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വര സാധനം ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല അല്ലേ.
നമ്മുടെ അത്തരമാണ് നമ്മൾ ഇത് ദുഃഖം അനുഭവിക്കുന്നത്. നമുക്ക് ഏത് വസ്തുവിനെയാണെങ്കിലും നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവത് കണ്ടിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ? നമുക്ക് ദുഃഖമായി കാണുന്നേ ദുഃഖമാവുള്ളൂ. പിന്നെ നമുക്ക് സുഖമാക്കി എടുക്കാം. ആ സുഖമാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വര എന്താ പറയുക, ഈശ്വരനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്ന അവിടെയെന്ന് പറയും. ഏത് സാഹചര്യങ്ങളെയും നമ്മുടെ മനസ്സിനോട് നമുക്ക് ചിന്തിക്കാൻ ഈ ഈശ്വര സങ്കല്പത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധ്യമാണ്. അതേയുള്ളൂ ഈ ഭാഗവതത്തിലെ ഓരോ പ്രകടനങ്ങളിലും കാണിച്ചു തരുന്നു. പല പ്രകടനങ്ങൾ ആ ഒറ്റ ശ്ലോകത്തിനെ ആദ്യത്തെ ശ്ലോകത്തിലെ സത്യം കാരണം ജീവതി എന്നുള്ള ശ്ലോകത്തിനോട് പറഞ്ഞു ഭാഗവതം. ആ ഒറ്റ ശ്ലോകം വ്യക്തമായി ഗ്രഹിച്ചാൽ മതി. പിന്നെ അതിന്റെ എക്സ്പാൻഷൻ ആണ് മുഴുവൻ. അതിനെ പിന്നെ എക്സ്പാൻഡ് ചെയ്ത് പല കഥകളിലൂടെ നമ്മൾ ഉറപ്പിക്കുകയാണ്. പിന്നെ ഏറ്റവും ഒരു എന്താണ് ദുഃഖം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലെ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർക്ക് അല്ലെ, മറ്റ് ഇതര മതവിഭാഗത്തിലാണെങ്കിൽ ഒറ്റ പേരുകൾ, എല്ലാവരും ഒറ്റ പേരുകൾ. നമ്മുടെ ഇതിലാണെങ്കിൽ അങ്ങനെയല്ല, പലരും പല പേരുകൾ പറയും അല്ലെ. അപ്പൊ സംശയമില്ലേ? ഈശ്വരനെ ഏതാണെന്ന് വെച്ചാൽ ഒരാൾ പറയും ഭഗവതിയാന്ന് പറയും, ഒരാൾ പറയും കൃഷ്ണനാന്ന് പറയും, സുബ്രഹ്മണ്യനാന്ന് പറയും, ശാസ്താവാന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈശ്വരൻ എന്നുള്ളൊരു ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന അനുഭവമാണ്. അപ്പം ഈശ്വരൻ എന്നുള്ളത് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഉപാധികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ബോധസ്വരൂപനായിട്ടിരിക്കുന്ന ആ ഈശ്വരൻ. ഈ ബോധസ്വരൂപൻ ഗുണമില്ല, ആരോഗ്യമില്ല, രൂപമില്ല, ഇതൊക്കെ ഇതിന് കാരണമാകുന്ന ശക്തി ഏതിന് കാരണമാകുന്ന നിരസ്തകുഹകം സത്യം പരം ധീമഹി, യാതൊരുവിധ കാഠിന്യവും ഇല്ലാത്ത ആ ശുദ്ധഭാവം ഇതിന് കാരണമാകുന്ന ഒരു ശക്തി നമ്മളെ കൊണ്ട് ജയിക്കുന്നത്. ആ ശക്തിയാണ് ആ ശക്തിയെ അറിയലാണ് ശരിക്കും ഇതിലെ ലക്ഷ്യം. അത് അറിയാമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ പോകണം. മാലിന്യങ്ങൾ പോകുന്ന എങ്ങനെ പോകുള്ളൂ? നമ്മളിന്ന് പഠിച്ച ഭാഗത്തൊക്കെ പഠിച്ച എല്ലാ മാലിന്യങ്ങളും പോകുന്ന ശേഷം അറിയില്ല, ഒരിക്കലുമില്ല. അത് ഈ സത്സംഗാരാധകരൊന്നും രക്ഷിക്കണം. നമ്മളിനി എത്രയൊക്കെ നമുക്ക് യൂട്യൂബ് ഉണ്ട്, ലൈവ് ഉണ്ട്, ഒക്കെ ഉണ്ടെന്ന് കാണാൻ കഴിയില്ല. ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ഇതൊന്നും ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം. പഠിക്കലല്ല ശരിക്കും, ആണോ? കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ ഈശ്വര പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി. ആ ഒരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ. അതാണ് ഇപ്പൊ സത്താറിയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് സാധിക്കുള്ളൂ, പഠിക്കാനല്ലോ അവിടെ. ഇത് അതാണ് സത്സംഗത്തിന്റെ മഹത്വമാണ് ഭാഗം പൂർണ്ണമായിട്ട് നന്ദി. ഈ സത്സംഗത്തിലൂടെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇല്ലാണ്ടാകുന്നു. ഒരിക്കലും ഒരു സജ്ജനവും ദുസ്സംഗത്തിൽ ചെന്ന് ദുർജനായിട്ട് മാറുന്നില്ല. തിരിച്ച് സംഭവിക്കുകയും ചെയ്യും ഇല്ലേ? ദുർജനങ്ങളുടെ സത്സംഗത്തിലേക്ക് വന്നാൽ അവരുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ ഇല്ലാണ്ടാകും. വീണ്ടും ദൂരെയുള്ള സത്സംഗങ്ങളിലൊക്കെ എല്ലാവർക്കും പങ്കെടുത്ത ആ ഭാഗവതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സ്നേഹമാണെങ്കിലും ഭഗവാന്റെ കഥകൾ ഒന്നനുസരിക്കാൻ സാധിച്ചു. അതിലൊരു വലിയൊരു യഥാർത്ഥ ഗുണാഥനോടും അതുപോലെ ദേവീദേവന്മാരോടും ഭക്തന്മാരോടും ഒക്കെ ഉള്ളൊരു കാരുണ്യം. കാരണം ഇതൊക്കെ കാരണം സത്സംഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം അതുപോലെ ധാരാളം സ്ഥലത്ത് നിസ്വാർത്ഥമായിട്ടുള്ള ഭക്തന്മാരുടെ സേവനമാണ്. വളരെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ, കാര്യങ്ങളായിട്ടുള്ള യോഗീശ്വരന്മാരായിട്ടുള്ള ശീശ്വരന്മാരുടെ ദിവസം ഇതൊക്കെ പാദങ്ങളിൽ നല്ല നമസ്കാരം ചെയ്തുകൊണ്ട് ഈ വാക്കുകളൊക്കെ പാദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമീദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി ശാന്തി.